സത്യാഗ്രഹം ചെയ്തതിന് പോലീസ് മർദ്ദനമേറ്റ 21 വൈദികരും ആർച്ച് ബിഷപ്പ് പാമ്പ്ലാനിയും പരസ്പരം ചർച്ചകൾ നടത്തി. ഒന്നോ രണ്ടോ തവണ അവർ തമ്മിൽ കൂടിക്കാഴ്ച നടത്തി എന്നാണ് അറിവ്. ചർച്ചകൾ പോസിറ്റീവായിരുന്നു, പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്നൊക്കെയാണ് ചർച്ചയിൽ പങ്കെടുത്ത വൈദികർ പറയുന്നത് അല്ലെങ്കിൽ പറഞ്ഞത്. വിഷയങ്ങൾ പലതും ഫാദർ രാജൻ പുന്നയ്ക്കൽ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തി. അവയ്ക്ക് പാമ്പ്ലാനി നൽകിയ റെസ്പോൺസും അദ്ദേഹം വെളിപ്പെടുത്തി. ആലോചിക്കാം, പഠിക്കാം, മേജർ ആർച്ച് ബിഷപ്പിനോട് പറയാം എന്നിങ്ങനെയൊക്കെയുള്ള എങ്ങും തൊടാതെയുള്ള ഒരു ഭാഷയായിരുന്നു അദ്ദേഹത്തിൻ്റേത്. അതുപോലെ തന്നെ അൽമായ മുന്നേറ്റം നേതാക്കന്മാരുമായും ചർച്ചകൾ നടന്നു. വളരെ ശക്തമായ നിലപാടാണ് അൽമായ മുന്നേറ്റം കൈക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രസിഡൻ്റായ ഷൈജു ആൻ്റണിയും PRO റിജു കാഞ്ഞക്കാരനും അവരുടെ നിലപാടുകൾ മാധ്യമങ്ങളോട് വിവരിച്ചു. മുന്നോട്ട് പോകാനാവില്ല. രണ്ട്, ഈ അവസാന നിമിഷങ്ങളിൽ വെച്ച അഡ്മിനിസ്ട്രേറ്റർമാരെ പിന്തുണയ്ക്കുകയും അവരെ വെക്കാൻ വേണ്ടി കൊണ്ടുവന്ന വൈദികർക്കെതിരെയുള്ള നടപടികളെ ഒരു തീരുമാനം ഉണ്ടാക്കുകയും വേണം. അതുണ്ടാകാതെ ഒരടിയോട് മറ്റു വിഷയങ്ങൾ സംസാരിക്കാൻ ഞങ്ങൾ തയ്യാറല്ലായിരുന്നു. ഈ രണ്ട് കാര്യങ്ങൾക്കും മറുപടി കിട്ടാതെ ഇനി മുമ്പോട്ട് പോകാനാകില്ല എന്ന കാര്യമാണ് ഞങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് മറ്റു വിഷയങ്ങളിലേക്കൊന്നും കടക്കാൻ ശ്രമിച്ചപ്പോൾ ഞങ്ങൾ കടക്കാൻ സമ്മതിച്ചില്ല. കാരണം ഇതിന് തീരുമാനം ഉണ്ടാവാതെ. അപ്പോൾ ഇതെങ്ങനെ അപലപിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് പിതാവിന് അറിയില്ല. പിതാവിന് അത് മേജർ ആർച്ച് ബിഷപ്പുമായി സംസാരിക്കണം എന്നാണ് പിതാവ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് നാളെ തന്നെ പിതാവ് മേജർ ആർച്ച് ബിഷപ്പിനെ കാണാം. മേജർ ആർച്ച് ബിഷപ്പിനെ കണ്ട് സംസാരിച്ചതിന് ശേഷം വിവരങ്ങൾ അറിയിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഈ കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകാതെ മറ്റൊരു വിഷയവും എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സംസാരിക്കാൻ ഞങ്ങൾ കുരിയ മാറ്റണം, അഡ്മിനിസ്ട്രേറ്റർമാരെ മാറ്റണം, അവർ വൈദികർക്കെതിരെ എടുത്തിട്ടുള്ള ശിക്ഷാ നടപടികൾക്ക് പ്രധാനപ്പെട്ട കാര്യം ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് ടെമ്പററി സൊല്യൂഷൻസിന് ഞങ്ങൾ തയ്യാറല്ല. പെർമനന്റ് ആയിട്ടുള്ള സൊല്യൂഷനിലേക്ക് എത്താൻ കഴിയുമെന്ന ഉറപ്പിൽ മേലാണ് സിനഡ് മാർ പാമ്പ്ലാനിയെ ചുമതലയേൽപ്പിച്ചിട്ടുള്ളത്. കാരണം എറണാകുളം മദ്രൂപതയിൽ നിന്നുള്ള 5 മെത്രാൻമാർ സിനഡിൽ ഉണ്ടായിരുന്നു. എങ്കിൽ പോലും മാർ പാമ്പ്ലാനിയെ ചുമതലയേൽപ്പിച്ചത് എറണാകുളം മദ്രൂപതയിലെ അൽമായ മുന്നേറ്റവുമായും എറണാകുളം മദ്രൂപതയിലെ വിശ്വാസികളുമായിട്ടും വൈദികരുമായും വളരെ അടുത്ത ബന്ധം പുലർത്തുകയും ഈ സമവായ ചർച്ചകൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തത് മാർ പാമ്പ്ലാനിയാണ്. അദ്ദേഹത്തിന്റെ ചുമതല ഏൽപ്പിച്ചത് അദ്ദേഹം അതിലൊരു സൊല്യൂഷൻ കണ്ടെത്തുമെന്നുള്ളതുകൊണ്ടാണ്. പക്ഷേ ഈ സമവായ ചർച്ചകളും സമവായവും ഉണ്ടായത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനമുണ്ടായതിന് ഈ ജനുവരി 11 മുമ്പുള്ള ആക്ഷൻസ്, ജനുവരി 11 ഉണ്ടായ ആക്ഷൻസിനെ തുടർന്ന് ആ സമവായം പോലും ഇനി നിലനിൽക്കുക എന്നുള്ളത് എളുപ്പമല്ല. അതുകൊണ്ട് ഇനിയുള്ള കാര്യങ്ങളിൽ പെർമനന്റ് ആയിട്ടുള്ള സൊല്യൂഷൻ എറണാകുളം മദ്രൂപതയിൽ ഉണ്ടാകണമെങ്കിൽ ഫസ്റ്റ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ള കൂരിയ, ഈ സസ്പെൻഷൻ, അഡ്മിനിസ്ട്രേറ്റർമാർ, ഈ കാര്യങ്ങൾ തീരുമാനമുണ്ടായാലേ അടുത്ത ഘട്ടത്തിലേക്ക് ചർച്ചകൾ പോകും. ചർച്ചകൾ പോയാലും പോയില്ലെങ്കിലും ഞങ്ങൾക്ക് ഞങ്ങളുടെ വ്യക്തമായ തീരുമാനങ്ങളുണ്ട്. എറണാകുളം മദ്രൂപതയിലെ വിശ്വാസ സമൂഹത്തിനും വൈദികർക്കും കൃത്യമായ തീരുമാനങ്ങളുണ്ട്. ഞങ്ങൾ അതനുസരിച്ച് മുന്നോട്ട് പോകും. അധികാരവും ആജ്ഞാപിക്കലും കൊണ്ട് ഒരു പരിപാടിയും ഇവിടെ നടക്കില്ല. ഒരു കാരണവശാലും അത് അംഗീകരിച്ചിട്ടില്ല. ഉള്ളത് പറയാമല്ലോ സുഹൃത്തുക്കളെ, ഈ ചർച്ചകളിൽ എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. ഗുഡ് ഫെയ്ത്തിൽ അല്ലെങ്കിൽ ഉദ്ദേശശുദ്ധിയോടെയാണ് മാർ പാമ്പ്ലാനി ഈ ചർച്ചകളിൽ പങ്കെടുക്കുന്നത് എന്ന് എനിക്ക് സത്യത്തിൽ തോന്നുന്നില്ല. നമ്മൾ ഓർക്കേണ്ട ഒരു സത്യമുണ്ട്. സാമാന്യ മനുഷ്യരുമായിട്ടല്ല നമ്മൾ ചർച്ചകൾ നടത്തുന്നത്, ഒരു കത്തോലിക്ക ബിഷപ്പുമായിട്ടാണ് എന്നോർക്കണം. വാക്കുകൾക്കോ പ്രവൃത്തികൾക്കോ ഒരു വിലയും കൊടുക്കാത്ത ഒരു ഗണത്തിൽപ്പെട്ട വ്യക്തിയാണ് ഈ മാർ പാമ്പ്ലാനി. സ്വന്തം നിലനിൽപ്പിനും തടിയൂരാനും എന്ത് കള്ളം പറയുവാനും അവർ മടിക്കുകയില്ല. ഒരു മനസാക്ഷി കുത്തോ ഉളുപ്പോ ഇല്ലാതെ നിന്നിടത്ത് നിന്ന് നിലപാട് മാറ്റുന്ന ടീംസാണ് നമ്മുടെ മെത്രാന്മാർ. അതിരൂപത വൈദികരും വിശ്വാസികളും ഏകസ്വരത്തിൽ പറയുന്നു, നമ്മുടെ കൂരിയായിലുള്ളവർ ആ സ്ഥാനത്തിരിക്കാൻ അർഹരല്ല എന്ന്. ആ കൂരിയായെ പുറത്താക്കണമെന്ന ആവശ്യവുമായിട്ടാണ് നമ്മുടെ 21 വൈദികർ അന്ന് സത്യാഗ്രഹം ചെയ്തത് എന്ന് നോക്കണം. 21-ാം തീയതിയിലെ ചർച്ചയിൽ വൈദികർ ഉയർത്തിയ ആദ്യത്തെ ആവശ്യവും ഇതാണ്. അതിന് സമയമെടുക്കും, മേയറിൻ്റെ അനുവാദം വേണമെന്നൊക്കെയാണ് പാമ്പ്ലാനി പറഞ്ഞത്. എങ്കിലും അവരെ മാറ്റും എന്ന് അദ്ദേഹം എഴുതി ഒപ്പുവെച്ചിരുന്നു. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, പുത്തൂരി പെരുങ്കള്ളന്മാർ കൂരിയായിലെടുത്തതും മേജറിൻ്റെ അനുവാദത്തോടെയായിരുന്നു. അങ്ങനെയെങ്കിൽ ആ അധർമ്മത്തിൽ മേജറിനും പങ്കുണ്ട് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. മറ്റൊരു കാര്യം, നമ്മുടെ വൈദികരെ ആക്രമിക്കുവാൻ പോലീസിനെ സ്വാധീനിച്ചത് ആര്? ഏത് കർദിനാളാണ്, ഏത് മെത്രാനാണ്, ഏത് കൂരിയ ആണ് അതിനുള്ള അനുവാദം പോലീസിന് നൽകിയത്? ഈ ചോദ്യം നമ്മുടെ വൈദികർ പാമ്പ്ലാനിയോട് ചോദിച്ചതായി ഞാൻ കേട്ടില്ല. താൽക്കാലിക പരിഹാരം ഒരു പരിഹാരമല്ല എന്നാണ് എറണാകുളം പക്ഷത്തിൻ്റെ നിലപാട്. ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്ന ആവശ്യങ്ങൾ 100% അംഗീകരിച്ച് തന്നാൽ മാത്രമേ മുന്നോട്ട് ചർച്ചയുള്ളൂ എന്നാണ് അവരുടെ നിലപാട്. ഇതാണ് ശരിയായിട്ടുള്ള നിലപാട്. ഇതിനിടയ്ക്ക് 1-2 കരക്കമ്പികൾ കേൾക്കാനിടയായി. ഒന്ന്, മാർ പാമ്പ്ലാനി കൽദായരുമായി സമാന്തര ചർച്ച നടത്തുന്നുണ്ട് എന്ന്. 2,
വൈദികർക്കെതിരെ എടുത്തിട്ടുള്ള ശിക്ഷാ നടപടികളിൽ നിന്ന് പിറകോട്ടില്ല എന്ന്. 4-5 കൽദായരുമായിട്ട് പാമ്പ്ളാനി കൂടിക്കാഴ്ച നടത്തി എന്ന് കരുതി ഒരു ചുക്കുമില്ല. പക്ഷേ വൈദികർക്കെതിരെയുള്ള ശിക്ഷാ നടപടികളിൽ നിന്ന് പിറകോട്ടില്ല എന്നത് സഭയുടെ നിലപാടാണെങ്കിൽ അതിനോട് യോജിക്കുവാൻ നമുക്കാകില്ല. ഏതായാലും മാർ പാമ്പ്ളാനിയുമായിട്ടുള്ള ചർച്ചകൾ ദുർഘടം പിടിച്ചതായിരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. എറണാകുളത്തിന് അനുകൂലമായി എന്ത് നീക്കത്തെയും മുളയിൽ നുള്ളുവാൻ കൽദായ ശക്തികൾ വാളോങ്ങി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് നമ്മുടെ വൈദിക പ്രതിനിധികളോടും അൽമായ മുന്നേറ്റം പ്രതിനിധികളോടും ഇതേ പറയാനുള്ളൂ: ബി കെയർഫുൾ, ബി വെരി വെരി കെയർഫുൾ. താങ്ക് യു വെരി മച്ച്.